അപ്പോൾ ഈ സാഹോദര്യം എന്ന് പറഞ്ഞ സംഗതി എന്താണ്? ഇസ്ലാമിൻ്റെ സാഹോദര്യത്തെക്കുറിച്ച് പാകിസ്ഥാൻ പാർട്ടീഷൻ്റെ സമയത്ത് അംബേദ്കർ വളരെ കൃത്യമായ ഒരു നിരീക്ഷണം നടത്തി. അദ്ദേഹം പറഞ്ഞതാണ്, ഇസ്ലാം ഈസ് ഡിവൈസീവ്. ഇസ്ലാം ഡിവൈഡ്സ് ഹ്യൂമൻസ് ഇൻ ടു 2 ഗ്രൂപ്പ്സ്. ഇസ്ലാം ലോകത്തുള്ള മനുഷ്യരെ 2 കാറ്റഗറിയിലേക്ക് തിരിക്കുന്നത്, മുസ്ലിംസ് ആൻഡ് നോൺ മുസ്ലിംസ്, മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും. ഇസ്ലാം ഈസ് നോട്ട് എ യൂണിവേഴ്സൽ ബ്രദർഹുഡ് ഓഫ് മാൻ. മനുഷ്യന്റെ സാർവദേശീയമായിട്ടുള്ള സാഹോദര്യമല്ല ഇസ്ലാം. എല്ലാ ഫാസിസ്റ്റ് ഐഡിയോളജികളും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർ 2 കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നുണ്ട്. ഒന്ന്, മനുഷ്യ സമൂഹത്തെ വിഭജിക്കുന്നു. 2, ഏതെങ്കിലും ഒരു വർഗത്തിൻ്റെ, അത് തൊഴിലാളി വർഗമായിക്കോട്ടെ, ഏതെങ്കിലും ഒരു മതത്തിൻ്റെ, അത് മുസ്ലിം അമുസ്ലിമോ ഹിന്ദു അഹിന്ദുവോ ആരോ ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൻ്റെ ശ്രേഷ്ഠതയിലും സർവാധിപത്യത്തിലും വിശ്വസിക്കുന്നു. ഇതെല്ലാം ഫാസിസ്റ്റ് ഐഡിയോളജികളും ചെയ്യുന്നതാണ്. അപ്പം അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്, ഇസ്ലാം ഈസ് നോട്ട് എ യൂണിവേഴ്സൽ ബ്രദർഹുഡ് ഓഫ് മാൻ, ഇറ്റ്സ് എ ബ്രദർഹുഡ് ഓഫ് മുസ്ലിംസ്. മുസ്ലിങ്ങളുടെ മാത്രം ബ്രദർഹുഡാണ്, അല്ലാതെ യൂണിവേഴ്സ് എല്ലാ മനുഷ്യരും അതിനകത്ത് കയറുന്നില്ല. ആ ബ്രദർഹുഡിൽ കയറണമെങ്കിൽ, സാഹോദര്യം എന്ന് പറയുന്ന ഇവർ പറയുന്ന ഈ സാഹോദര്യത്തിൽ കയറണമെങ്കിൽ, യു നീഡ് ടു ബി എ മുസ്ലിം. ഫോർ മുസ്ലിംസ് ഓൺലി വിത്ത് ഹേറ്റ്രഡ് അഗെയിൻസ്റ്റ് നോൺ മുസ്ലിംസ്. മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു സാഹോദര്യമാണ്, അതിൽ അമുസ്ലിങ്ങൾക്കെതിരെയുള്ള വെറുപ്പും അടങ്ങിയിരിക്കുന്നു എന്ന് അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്. അംബേദ്കർ ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ അംബേദ്കർ നമ്പർ 1 ഇസ്ലാമോഫോബായനെ. കാര്യം ഇവിടുത്തെ ഫ്രീ തിങ്കേഴ്സ് പറഞ്ഞതിൻ്റെയൊക്കെ ഒരു 100 ഇരട്ടി അംബേദ്കർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്.